ഇപ്പോൾ ബബിൾ ഗം ചോദിക്കുന്നത് നിർത്തിയോ? അത് പിന്നെ അന്ന് കറക്റ്റായിട്ട് പൊട്ടാതിരുന്നപ്പം എനിക്ക് ആ മൂടങ്ങ് പോയി, ഭയങ്കര മാനസിക വിഷമായി പോയി മേജർ, അതുകൊണ്ട് നിർത്തി. സോ ഐ സ്റ്റോപ്ഡ്. 2 ദിവസത്തിനുള്ളിൽ മരുന്നെടുത്ത് തരാമെന്നായിരുന്നു നമ്മൾ തമ്മിലുള്ള ഡീൽ അല്ലേ? യെസ് മേജർ. എന്നിട്ട് ഓരോ ചാണാപ്പുളി ന്യായം പറയുന്നതല്ലാതെ നിന്നെ കൊണ്ട് എന്തെങ്കിലും കിഴങ്ങ് പുതുങ്ങാൻ പറ്റിയോ? മേജർ ഇങ്ങനെ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ പറയരുത്, എനിക്കത് വിഷമമാണ്. ഉയരും കൈ പിടിച്ചിരിക്കുന്നവൻ പിന്നെ കുമാരനാശാന്റെ കവിത പറയണോ? പറ. മേജർ, ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാ, പക്ഷെ അയാൾ അങ്ങനെയുള്ള മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. കള്ളം പറയരുത്. നീയാണ് പറഞ്ഞത് അവൻ കണ്ടുപിടിച്ച മരുന്നൊഴിച്ചപ്പോ പാറ്റ കുണുകുണെന്ന് എഴുന്നേറ്റ് ഓടിയെന്ന് ഇല്ലേ? അത് അങ്ങനെ പറഞ്ഞു, പക്ഷെ അത് ശരിക്കുള്ള മരുന്നായിരുന്നില്ല. എന്നിട്ട് നീ എൻ്റെ പൈസ വാങ്ങില്ലേ പല തവണയായിട്ട്? മേജർ, സത്യം പറഞ്ഞ ആ പാറ്റ അന്ന് ബോധം കെട്ട് വീണതാ, അതിന്റെ മുഖത്ത് കുറച്ച് വെള്ളം വീണപ്പോ അത് എഴുന്നേറ്റ് പോയി. കട്ടപ്പുളുവാണ് നീ പറഞ്ഞത്? അല്ല മേജർ. എനിക്ക് ആ മരുന്ന് വേണം, എനിക്ക് വേണം ആ മരുന്ന്, കൊണ്ടുപോവാ. മേജർ, ശരിക്കും പറഞ്ഞ അയാൾ അങ്ങനെ ഒരു മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അയാൾക്ക് ചെറുതായിട്ട് മെന്റലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ല. നിനക്ക് മെന്റൽ, അവനെ പറ്റി നീ എന്നെ പഠിപ്പിക്കണ്ട. അയാൾക്ക് ഇത്ര കഴിവുണ്ടെന്ന് മേജറിന് എന്താ അത്ര ഉറപ്പ്? I know him very well. കട്ടുറുമ്പിന്റെ മൂട്ടിൽ ആസിഡ് ഉണ്ടെന്ന് കുളത്തൂർ പഞ്ചായത്തിലെ ഗ്രാമവാസികളോട് ആദ്യം പറഞ്ഞത് അവനാണ്, പപ്പൻ. പിന്നെ അവൻ എല്ലാ കട്ടുറുമ്പിനെയും പിടിച്ച് അതിന്റെ മൂട് വലിച്ചൂരി വലിയ ഡപ്പയിൽ ഇട്ട് വെക്കുമായിരുന്നു. അറിയോ എന്തിനാണെന്ന് അറിയോ? പരീക്ഷണം നടത്താം. അന്ന് എനിക്കറിയാമോ he will become a big scientist. അവൻ ആ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. I know. നീ അതെടുത്ത് തരാതിരിക്കാൻ ഓരോ ന്യായങ്ങൾ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് പകരം ഈ കൊട്ടേഷൻ വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അവൻ എടുത്ത് തരും എനിക്കത്. പീറ്റർ, മട്ടാഞ്ചേരി പീറ്റർ. എൻ്റെ ശിഷ്യനാവൻ. ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നവൻ വരും. മരുന്ന് 2 ദിവസത്തിൽ എനിക്ക് ആ മരുന്ന് കിട്ടും. പീറ്റർ, വാടാ മോനെ. Dad. God bless you. Peter. എന്താ മാസേ മുടിയൊക്കെ വൈറ്റ് അടിച്ചോ? നരച്ചതാടാ. ടെൻഷൻ. പക്ഷേ ഇതെപ്പോഴത്തെ ട്രെൻഡ്. ഇതേതാ കിഡ്? ഞാൻ കിഡൊന്നുമല്ല, എൻ്റെ പേര് പാപ്പു. എന്ത് പാപ്പം? മോദകോ? പാപ്പം അല്ല, പാപ്പു. പത്മപ്രിയ. പത്മപ്രിയ. ഓ, മാസ് പറഞ്ഞായിരുന്നു
സാധനം അടിച്ചു മാറ്റാൻ ഒരു വധൂരിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. നീ ആയിരുന്നില്ലേ അത്? വധൂരി നിന്റെ മേജറ റെസ്പെക്ട് തന്ന് സംസാരിക്കാൻ പറ. ഇല്ല എന്റെ ബോയ്ന്നും എല്ലാം കേൾക്കും അവൻ. നീ പറഞ്ഞോക്കിവനെ, എനിക്ക് തെറിയായിട്ട് നല്ല ശീലമാണ്. ടീച്ചർ, നിങ്ങളെ തമ്മിൽ തള്ളാനല്ല ഇവിടെ വിളിച്ചു വരുത്തിയത്. നിന്നെ ആ വീട്ടിലേക്ക് ഗൈഡ് ചെയ്യുന്നത് ഈ കുട്ടിയാണ്. ഓ ഇതാണല്ലേ എൻ്റെ ഗൂഗിൾ മാപ്പ്. ഇതേ മേജറ ഈ കൊണാണ്ടറിനും കൊണ്ട് പോകാനൊന്നും എനിക്ക് പറ്റൂല. പത്മപ്രിയ, നിനക്ക് ഞാൻ പല തവണയായിട്ട് 1,00,000-ലേറെ കാശ് തന്നിട്ടുണ്ട്. അതിൽ 50 പൈസയുടെ ഉപകാരമെങ്കിലും തിരിച്ച് ചെയ്യടി. ചെയ് പ്ലീസ്. ഇല്ലെങ്കിൽ നിന്റെ തലയിൽ ഞാൻ പറയുന്നില്ല. കൊണ്ടുപോ. നമുക്ക് പോയാലോ അപ്സരസേ? ഏറ്റവും വേണം വധൂരി. അത് പെട്ടെന്ന് കൊണ്ടുപോ. കൊറേ നേരമല്ലേ എഴുതാൻ തുടങ്ങിയിട്ട്. അതെ, കയ്യിലാകെ 500 രൂപയുള്ളൂ. അതനുസരിച്ചുള്ള സാധനങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. എടി, അത്യാവശ്യമുള്ള സാധനം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ആ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. ആ കേട്ടോ, ഇനി അവിടെ ചെന്ന് തപ്പണ്ട. പാഡ് 2 എണ്ണം. എന്തിനാ 2 പാഡ്? ഒരെണ്ണം പോരെ? എടി, ഒരു മാസം ഒരു പാക്കറ്റിൽ എത്ര ഉണ്ടാവും? കൂടി ഒന്ന് 7 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം. ഒരു മാസം കൊണ്ട് അത് മതിയാവും. 1, 2 പേരുണ്ട്. എനിക്ക് തന്നെ അത് തീരെ പോരാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതില്? തുണി കീറി വെക്കും. ഇല്ലല്ലോ. ശരി, ഓക്കെ, അടുത്തത് വായിക്കും. ആ, അടുത്തത് ഐലൈനർ 1, മസ്കാര 1, ഐ ഷാഡോ 1, സൺസ്ക്രീൻ 1. 10 രൂപയുടെ ക്രീം ബിസ്ക്കറ്റ് മേടിക്കാൻ ഇവിടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോഴാ അവിടെ സൺസ്ക്രീം. അതൊന്നും വേണ്ട, അനാവശ്യ ചെലവാ. അനാവശ്യ ചെലവാ. ഇടി, പുറത്ത് മുട്ട വെയിലാണ്. ഈ വെയിലത്തൊക്കെ ഇറങ്ങണമെങ്കിൽ കരിഞ്ഞിരിക്കും സൂര്യാഘാതം കൊണ്ടിട്ട്. എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്കും കൂടി വേണ്ടി ആണ് ഞാൻ ലിസ്റ്റ് ചെയ്തേക്കണത്. എന്തൊക്കെ കരിഞ്ഞാലും ഒരു പ്രശ്നമില്ല. അനാവശ്യ ചെലവ് പറ്റത്തില്ല. വേറെ എന്തെങ്കിലും നിനക്ക് വാങ്ങിക്കണമെങ്കിൽ അത് പറയാൻ സമയമില്ല. ഇനി ആകെയുള്ള ബ്രെഡും ജാമോ അതെങ്കിലും വാങ്ങിക്കോ. ആ, ബ്രെഡും ചാമൂലും അത് ഞാൻ വാങ്ങിച്ചിട്ട് തരാം. ഇങ്ങനത്തെ ലിസ്റ്റ്. ഓ സമാധാനം, അതെങ്കിലും വാങ്ങിച്ചിടാന്ന് പറഞ്ഞാൽ ഇവിടെ പട്ടിണി മനുഷ്യ ചത്തേനായിരുന്നു. ചേടാ, നീங்க തന്നെ. ഞാൻ പോയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. പിന്നെ എറണാകുളം ഒന്ന് ചുറ്റി കറങ്ങൂടെ കാണാമല്ലോ. എടി, എറണാകുളം ചുറ്റി കറങ്ങുമ്പോൾ സൂക്ഷിക്കണം. നമുക്ക് അറിയാത്ത സ്ഥലം. വേഗം വീട്ടിലേക്ക് വന്നോണം. ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി. എടി, പോയി വരുമ്പോ ഒരു മിഠായും കൂടി വാങ്ങിച്ചിട്ട് വരും. മിഠായി മേടിക്കാനോ? അതൊന്നും പറയാൻ പറ്റത്തില്ല ലച്ചു. അനാവശ്യ ചെലവാ. ദേ, നീ കിടന്ന് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. കയ്യിലുള്ള പൈസയൊക്കെ തീരാറായി. ഇങ്ങോട്ട് നോക്കിയേ. ഇനി തെണ്ടി വേണം ജീവിക്കാൻ. ഒരു ഗ്ലാസ് വെള്ളം മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയാ. കഴിക്കാനുള്ള കൊതിയായിരുന്നല്ലോ ഞാൻ ചോദിച്ചേ. മര്യാദയ്ക്ക് വീട്ടിൽ നിന്നാദ്യായിരുന്നു. നിന്റെ ഒരുത്തിയുടെ വാക്കും കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. വീട്ടിലിറങ്ങി അച്ഛനും എന്തൊക്കെ വാങ്ങിച്ചേ, എന്തൊക്കെ കഴിച്ചേ. സൂപ്പർ ഗേൾസിന്റെ അക്കൗണ്ട് നോക്കുന്നത് ആരാ? നീ ആണല്ലോ. എനിക്കറിയാം അതിനകത്ത് എത്ര രൂപ ഉണ്ടെന്നുള്ളത്. മനസ്സിലായോ? നീ ചുമ്മാ കിണുങ്ങാതെ ആ പത്രം എടുത്ത് നോക്കുക. അതിനകത്ത് എന്തെങ്കിലും ജോലിയുടെ ഒഴിവെന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് കിടന്ന് കിണിച്ചോണ്ടിരിക്കുക അവള്. എനിക്കൊന്നും വാങ്ങിച്ചു തരണ്ട ആരും. മനസ്സിലായ? ബ്രെഡും ജാമ്പ് മാത്രം വാങ്ങിച്ചോണ്ട് കൊണ്ടുപോവാ. എടി ലച്ചു, നീ പിണങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. നമ്മുടെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കാനും കൂടെ ഒന്ന് പറഞ്ഞതാ. നീ വിഷമിക്കണ്ട. നിനക്ക് ഞാൻ മുട്ടായി വാങ്ങിച്ചിട്ട് തരാം. 5 രൂപയുടെ ചോക്ലേറ്റ് കൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ? ആ, വാങ്ങിച്ചോണ്ട് വരാം. നീ അതിന് നീ വീട്ടുകാരെ ഒന്നും പിടിച്ചിട്ട് ആവശ്യമില്ല കേട്ടോ. T road. I sense this way. Sweet. വാ വാ. ഇനി എന്തോരം ദൂരം നടക്കണം? ഓക്കെ, കുറച്ചും കൂടെ. കുഴപ്പമില്ല. ആക്ച്വലി ഈ പപ്പൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അവർ എക്സ് മിലിറ്ററിയാ. പിന്നെ അയാൾക്ക് ആരെ കണ്ടാലും സംശയമാണ്. പ്രത്യേകിച്ച് തന്നെ പോലെ കോമാളി വേഷം കൊട്ടി നടക്കുന്ന ആൾക്കാരാണ്. ഫൈൻ. ആക്ച്വലി ഈ സാധനം എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? അത് അയാളുടെ മുറിയിൽ എവിടെ ഇരിക്കുന്നുണ്ട്. എന്താ? അത് അങ്ങേരുടെ മുറിയിൽ എവിടെ ഇരിക്കുന്നുണ്ട്. ലീഡ്സ് തരാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കുഴപ്പമില്ല, അത് ഞാൻ കണ്ടുപിടിച്ചോളാം.
ചെന്ന ഉടനെ അയാളുടെ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. ഇത്രയും നാൾ അതിൻ്റെ ഉള്ളിൽ ജീവിച്ചിട്ടേ ഈ എനിക്ക് പോലും ആ മുറിയിലൊന്ന് കയറി അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ അപ്പം നിനക്ക് സ്വാഭാവികം. എനിക്ക് സ്കില്ലുണ്ട്, തനിക്കില്ല. താൻ ന്യൂ ആണ് ഈ ഫീൽഡിൽ. അതുകൊണ്ടായിരിക്കും ചിക്കൻ ഉണ്ടാവും മറ്റേ ഷവർമ ഉണ്ടാക്കണ ഹീറ്റർ മോഷ്ടിച്ചെന്ന് പറഞ്ഞത് 6 മാസം ജയിലിൽ പോയി കിടന്നത്. ആര് പറഞ്ഞത്? ഇതാര് പറഞ്ഞു? സീനിയർഡാ. ഞാനേ കുറച്ചധികം വർഷമായി ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. കേട്ടാലും പറയാം കേട്ടോ. കേട്ടാ ഇതേ എൻ്റെ പ്രൊഫഷനെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. 6-ാമത്തെ വയസ്സിൽ, എത്രാമത്തെ വയസ്സിൽ? 6-ാമത്തെ വയസ്സിൽ അയൽപ്പക്കത്തെ വീട്ടിലെ കോഴി കൂട്ടിയത് ഇട്ട കോഴി പോലും അറിയാണ്ട് മൊട്ടടിച്ച് മാറ്റിയിട്ട് തുടങ്ങിയതാണ് എൻ്റെ പ്രൊഫഷൻ. ഞാനൊക്കെ ജനിച്ചപ്പോ നേഴ്സിന്റെ സ്വർണ്ണമോതിരം അടിച്ച് മാറ്റിയെന്നായിരിക്കും. അതെ, എങ്ങനെ അറിഞ്ഞു? എടാ പൊന്നു മോനെ, തിക്കുറിശിയുടെ കാലത്തെ കോമഡിയാ ഇതൊക്കെ. ഒന്ന് വിട്ട് പിടി. 28 സ്കൂട്ടർ വിതിൻ 2 ഡേയ്സിൽ അടിച്ചു മാറ്റിയോളാം ഞാൻ. മനസ്സിലായാ? 2025-ലും ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങിയ കാലത്തും സ്കൂട്ടർ. ഞാനൊക്കെ BMW, ലംബോർഗിനി. നടക്ക് വാ. റെസ്പെക്ട് താടാ. തരാം, വാ നടക്കൂ. മര്യാദയ്ക്ക് വിളിക്കടാ. വാ, നീ പറയുന്ന നടക്ക്. കമോൺ, ഫോളോ മീ. ഓക്കെ. ഒരുപാട് ദൂരമുണ്ടോ? നടക്കടും. ദേ ഈ കാണുന്ന വീട്. നൈസ് ഹൗസ്. ഹലോ, കാർ പോർച്ചില്ലേ? ദേ തനി വീടിന്റെ ഭംഗി കാണാൻ വന്നോ അതോ പരിപാടി നടത്താൻ വന്നോ? ഒബ്വിയസ്ലി പരിപാടി നടത്താൻ വന്നു. അപ്പൊ ഈ ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സഹായം താൻ പ്രതീക്ഷിക്കണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞ എങ്ങനെ? പുള്ളിനെ എനിക്കൊന്ന് പരിചയപ്പെടുത്താ. അത് തൻ്റെ നേരത്തെ പറഞ്ഞ എന്തോ സ്കില്ലില്ലേ, കണ്ണി കുത്തരുത് പ്ലീസ്. അത് വെച്ചങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അല്ല, എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. പറ്റൂല. പോപ്സ്. പപ്സോ? ഹലോ, പോപ്സ് ഞാൻ വിളിക്കുന്നതാ. നീ പപ്പൻ എന്ന് വിളിച്ചാൽ മതി. കൂടുതൽ ആർഭാടൊന്നും വേണ്ട. മനസ്സിലായോ? പോപ്സ്. പോപ്സ്. ഇവിടെ ആരോ കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ യവനൊരു ജോലി വേണമെന്നാണ് പറയുന്നത്. ആമാ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പോപ്സ്, എന്തെങ്കിലും കൊടുത്താൽ മതി. അങ്ക അപ്പടിയല്ല സുന്ന. പോപ്സ് എന്തെങ്കിലും കൊടുക്കാൻ നല്ലതായിരുന്നു. പാവം വയറ്റിപ്പഴപ്പിന്റെ കേസല്ലേ. ആമായ. നിന്റെ പേരെന്തോന്നു? ആണ്ടി. മുനിയാണ്ടി. ஆனால் എന്നോട് പാസ് ഇറക്കുന്ന ആൾക്കാർ മുനിന്ന് കൂപ്പിടും, അല്ലാത്തവർ ആണ്ടി എന്ന് കൂപ്പിടും. സാർ ഏതാവത് കൂപ്പിട്ടോ? എനിക്ക് അണ്ടിയല്ല വേണ്ട. പിന്നെ നിന്റെ നാടെവിടെ? എൻ്റെ തൂത്തുക്കുടി. തൂത്തുക്കുടി. ஆனால் അമ്മ വീട് കാരക്കുടി. കാരക്കുടി. കുടി കുടി. ആ ശരി ശരി. ഉനക്ക് എന്നെയെല്ലാം വേല അറിയാം? ஐயோ, என்ன எல்லாம் வேலைன்னு இல்லை சார், நான் எல்லா வேலையும் பண்ணும். ஆனால் உங்களை எனக்கு ஈ வீடு தந்தா இது என்னோட வீடு மாதிரி. நான் இந்த வீடு உனக்கு தரமாட்டேன். நான் அப்படியல்ல சொன்னேன் சார். நான் എൻ്റെ വീട് மாதிரி ഇത് പാപ്പേ. ഞാനിത് പളപള കഴുവേ പളപള തിളങ്ങ കഴുവ്. ആനാ ഉങ്ങളെ കുളിപ്പിച്ച് പുതപ്പിച്ച് കിടപ്പേ. എനിക്ക് തനിയായിട്ട് കുളിക്കാൻ അറിയാം, നീ എന്നെ കുളിപ്പിക്കാൻ നിൽക്കണ്ട. ആമാ സാർ. ആ പിന്നെ വേറെ എന്നാ വേല തെരിയും? കുക്കിംഗ് തെരിയും. ആണോ? ആ, ഞാൻ നല്ല വെങ്കായം കുക്ക് പണ്ണും. ഇട്ട് ആ ആ ശരി പാപ്പു, ഓ നീ ഇത്രയും നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ ഇവനിവിടെ ജോലി കൊടുക്കാം. അയ്യാ,
പക്ഷെ ശമ്പളം അത് ഞാൻ കൊടുക്കൂല. കാരണം നിങ്ങൾക്കുള്ള ജോലിക്കാരനാണ്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അത് കൊടുത്താൽ മതി. അത് എത്രയായാലും നിങ്ങളുടെ കാര്യം. പിന്നെ മുനിയാണ്ടി, ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയാം. சொல்லுங்க. എന്റെ റൂമിൽ കയറരുത്. ഞാൻ കേറി ഇറങ്ങ മാട്ടേ. കയറുകയും വേണ്ട, ഇറങ്ങിയും വേണ്ട. അയ്യോ സാർ, പ്ലീസ് സാർ, എനിക്ക് ആ റൂം ഷാമ്പു പോട്ട് കഴുകി ഇറക്കണം സാർ. അത് ഷാമ്പു പോട്ട് കഴിവാ. എന്റെ പാറുണ്ട്. പാറുവിനെ ഞാൻ കുളിപ്പിച്ച് ഷാമ്പു പോട്ട് സാർ, പ്ലീസ് സാർ. അപ്പഴേ തൊട്ട് കഴിഞ്ഞോ വൃത്തിയായി പാക്കായി. നീ എന്താ വൃത്തിയും എന്റെ റൂമിൽ കയറണ്ട. അങ്ങനെ എങ്ങാന് നീ എന്റെ റൂമിൽ കയറിയ നല്ല തോക്കത്തിരിപ്പെടുത്ത് പുരിഞ്ചതാ പുരിഞ്ചതാ. പാപ്പു, ആദ്യം ഇവനെ കിച്ചണിലോട്ട് പറഞ്ഞു. കിച്ചൺ ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യട്ടെ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്താണ് മുറിയിൽ കേറാൻ പാടില്ല. കേറിയാൽ സുട്ടിടുവേ. കിച്ചണെങ്കിൽ പോവാം. യാ എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദ നീയല്ലേ, കുമ്പട പോണത് ഉന്മാദ നീയല്ലേ. അയ്യാ, നല്ല സ്കില്ല്. ലക്ഷ്യത്തിലെത്താൻ പീറ്റർ പല വഴിയും പോകും. സാധനം കൊണ്ടാ ഞാൻ അവിടെ നിന്ന് പോടും മോളെ. സാധനം കൊണ്ടുപോകുന്നതേ നമുക്കൊന്ന് കാണാം. അമ്മ, എൻ പേര് മുനിയാണ്ടി. രാവിലെ സാറ് വെച്ചേ. എന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അത് സാറ് വെച്ചേ, ഞാൻ അറിഞ്ഞേ. എനിക്കറിഞ്ഞൂടാ. നീ മിണ്ടരുത്. പല തവണയായിട്ട് നീ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചോണ്ട് കയറിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. അന്നൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് നിമ്മതി പരിപാടി ഇവിടെ നടക്കത്തില്ലാന്ന്. എടി പെണ്ണെ, ഞങ്ങൾ ഇവിടെ രണ്ടുപേര് വേറെ താമസിക്കുന്നുണ്ട്. അത് പൈസ കൊടുത്തിട്ട്. കാലമാറ്റമ്മ, ഇവൻ ഏതാന്ന് എനിക്ക് അറിയത്തില്ല. അന്നൊരു മുടി കൂടോർത്തനെ കൊണ്ട് വന്നല്ലോ. അന്ന് നീ തന്നെ പറഞ്ഞു ഇവൻ അറിയത്തില്ല, ഇവൻ അറിയത്തില്ലാന്ന്. ലച്ചു, എന്നെ കൂടുതൽ ഇതാക്കരുത് കേട്ടോ. എനിക്ക് ഇവൻ അറിയത്തില്ല. നീ എന്തിനാണ് കൂടുതൽ ഇതാക്കിയ? ചേട്ടനോട് നിനക്ക് കുഴപ്പമില്ല അല്ലേ? എന്താ പേടിച്ചേ? ഇവനെ കിട്ടിയോളാം നിനക്ക്. ഇടീ കേരളക്കരയിൽ എത്ര ആമ്പിള്ളേരുണ്ടെങ്കിൽ നിന്റെ ടേസ്റ്റ് മഹാമോശം. ഞാൻ ഇന്ത്യക്കാരന്താ, എനിക്ക് എല്ലാരും പിടിക്കും. എന്നാ എന്നാ എന്താ പറയാ, താനിപ്പോ എന്തിനാ ഇവിടെ വന്നത്? കാലയല്ലേ എന്നെ ഇവിടുത്തെ അയ്യ അന്ത മൊട്ടത്തല ഇല്ല, അവർ എന്നെ ഡ്യൂട്ടിക്ക് എടുത്തേ. ഞാൻ ഇവിടുത്തെ പുതിയ വേലക്കാരൻ. മാറ് മുനിയാണ്ടി. മുനിയാണ്ടി എന്നാ அந்த வழக்கத்துல இல்லையா எரும மாடு அவர் தானே என்ன காலையில ഇവിടെ ജോലിക്ക് എടുത്തേ. நீங்க பாத்திല്ലേ ഇതിരെ? ഇല്ല, പപ്പ നമ്മുടെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. അത് എന്നോട് പ്രശ്നമാണോ മേഡം? എന്തായാലും ആവട്ടെ, താൻ എന്തായാലും പുറത്തിറങ്ങും. അമ്മേതി മേഡം, அந்த பப்பா ஒரு மருந்து இங்க வச்சிருக்கிല്ലേ, அது எங்க இருக்கு?
അതെങ്ക ഇരിക്കുന്ന വെച്ചാൽ പപ്പയുടെ റൂമിൽ പോയി നോക്കണം. അല്ലാതെ നമ്മൾ പെമ്പിള്ളേർ മാത്രമുള്ള റൂമില് വേറെ ഉദ്ദേശത്തിൽ വന്ന് കയറരുത്. മനസ്സിലായോ? എനിക്ക് എന്നോட ജോലി பண்ணணும். அப்புறம் நான் அது எடுத்துட்டு போறேன். இதுல பெருசா வீடு என்ன அங்க காரக்குடியில இருக்கு. நீங்க வந்து அந்த சங்கிச்சு போகும். എന്താ മരുന്ന് എന്തൊക്കെ തരം ആൾക്കാരാണ് അല്ലേ ലച്ചു? എന്തൊക്കെ തരം ആൾക്കാരാണല്ലേ ലച്ചു? എടി പെണ്ണെ, നീ കൂടുതൽ കളിക്കാൻ നിൽക്കരുത്. എനിക്കിപ്പോഴും നിന്നെ വിശ്വാസമൊന്നുമില്ല. ഉമ്മാര് കാമാൻ കൂടെ നീ തന്നെ ലച്ചു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. സോറി റൂം മാറിപ്പോച്ചു. ലച്ചു ഇനി എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇടി വെച്ചേരും ഞാൻ. സോറി. ആ വന്ന മുനിയാണ്ടിയില്ലേ, അവനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മിക്കവാറും അവൻ പോപ്സിന്റെ മരുന്നടിച്ച് മാറ്റാൻ വേണ്ടി വന്നതായിരിക്കും. എനിക്ക് നല്ല സംശയമുണ്ട്. അവന്റെ കാര്യം ഞാൻ ഏറ്റു. പോപ്സിന്റെ മുറിയിൽ കയറ്റി പോകരുത്. കയറ്റരുത്. കേറിയാലും കൊല്ലി ഞാൻ. കറക്റ്റ്. എൻ്റെ പൂഞ്ചിന്ന് ഒരു സാധനം ഒരുത്തനെ എടുത്തോണ്ട് പോയി ഞാൻ സമ്മതിക്കില്ല. நமஸ்காரம் அக்கா. என் பேர் முனியாண்டி. நான் இங்கே புதிய வேலைக்காரனாய் ஜாயின் பண்ணேன். சாரனோட சொல்லியாச்சு இங்கே ரூம் எல்லாம் க்ளீன் பண்ணுறதுக்கு. அதுக்காக வந்தேன். ஏக்கா ஒன்றுமே பேசல. സത്യം പറ, നീ എന്റെ പാർവനെ വിഷം വെച്ച് കുത്തിക്കൊള്ളാൻ വന്നതല്ലേ? കണ്ടുകൂടാ നിനക്ക്? സത്യം പറ, കൊല്ലാൻ വന്നല്ലേ? എന്റെ പാർവനെ കൊല്ലാൻ വന്നല്ലേ? പാറു, പാറു, നിനക്ക് എന്തെങ്കിലും പറ്റിയാ? നിന്നെ എന്തെങ്കിലും ചെയ്താ? പേടിക്കണ്ട, പേടിക്കണ്ടാ, ഞാൻ ഉണ്ട്. അവൻ മരുന്നെടുക്കാൻ വേണ്ടി വന്നതാണ് ഏട്ടാ. ഞാൻ അവന് നല്ല പണി കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ചോദിക്കും. ശരി ശരി, ഓക്കെ. എനിക്കുള്ള പണിയാണ് മോട്ട തലയാ. വഴി അങ്ങോട്ട് തന്നെ. ദൂരം താണ്ടേണം, കുറി വെച്ചൊരു കച്ചേരി കാണണം, നേടേണം ലക്ഷ്യം കാണണം, ആ ലക്ഷ്യത്തിലെത്തി